രാവിലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേജിലെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു താങ്ക് യു പോസ്റ്റർ ആണ്. സോ പേടിക്കൊന്നും വേണ്ട. അതായത് നമ്മളുടെ എന്താ പറയാ സ്പോൺസർമാർക്കും മറ്റ് എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. സീസൺ അവസാനിക്കുമ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ ഇടുന്നത് വളരെ 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 നല്ലതാണ്. പക്ഷേ ഇതിന്റെ അടിയിൽ കുറച്ച് കമന്റ്സ് ആയിട്ട് കുറച്ച് വേടലാണ്ണന്മാരെത്തിയിട്ടുണ്ട്. ഇവർക്കറിയേണ്ടത് ബ്ലാസ്റ്റേഴ്സ് പൂട്ടിയോ, ഇട്ടിട്ട് പോയോ, നിർത്തിയോ, ഇനി ഇല്ലേ, ഇനി നമുക്ക് ഒന്നിച്ച് പറ്റത്തില്ലേ ഒന്നും എന്നൊക്കെ ചോദിച്ചോണ്ട് കുറെ കമന്റ്സുകളായിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. എടാ കഷ്ടം, നിങ്ങൾ കോമൺ സെൻസ് ഒന്ന് യൂസ് ചെയ്യുക. ബ്ലാസ്റ്റേഴ്സ് എന്തിനു കൂട്ടണം, എന്തിനു നിർത്തിപ്പോണം ഒന്ന് പറഞ്ഞു തരൂ. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നമെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അവസാനം കൂട്ടേണ്ട ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ കോമൺ സെൻസ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനം കൂട്ടേണ്ട ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ്. ആദ്യം കൂട്ടേണ്ട ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊന്നും ഈ പ്രശ്നമില്ല. ബ്ലാസ്റ്റേഴ്സിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് മൊത്തത്തിൽ അവസരങ്ങളുള്ള, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള പഴുതുകളും വാതിലുകളും ഉള്ള ബ്ലാസ്റ്റേഴ്സ് പൂട്ടാൻ പോവുകയാണ് പോലും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോ പോലും നമ്മുടെ മാനേജ്മെന്റ് ആരാധകരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇമോഷണലി നമ്മളെ ചൂഷണം ചെയ്യുകയാണ് അവര്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇമോഷനെ അവർ ചൂഷണം ചെയ്യുകയാണ്. താങ്ക് യു വൺ ലാസ്റ്റ് ഡാൻസ്. എന്തോന്ന് ലാസ്റ്റ് ഡാൻസ്? അവിടെ ഇവന്മാർക്ക് വയ്യെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ, ഇവന്മാർക്ക് പറ്റുന്നില്ല. അതായത് ഇപ്പൊ നമുക്കൊരു ബിസിനസ് ഉണ്ട്, നമ്മളെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവില്ല, ഈ ബിസിനസ് കൊണ്ടുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അതല്ല ഇനിയിപ്പം ഫിനാൻസ് തന്നെയാണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു പാർട്ണറിനെ കണ്ടെത്തുക. അങ്ങനെ എന്തെല്ലാം ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരു പുതിയൊരു ഓണറെ കിട്ടുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണ്. വലിയ ഭാരിച്ച പരിപാടിയൊന്നും അല്ല. പിന്നെ പുതിയ ഏതോ ഒരു ആർക്കോ ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ താല്പര്യമുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പടയിൽ കിടന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് വരെയുള്ള റൂമേഴ്സ് വരെ ഞാൻ കേട്ടു. ഇത്രയും വലിയ കോമഡി ഞാൻ ഈ വർഷം വേറെ കേട്ടിട്ടില്ല. അത് വേറൊരു കാര്യം. അപ്പോ എങ്കിൽ പിന്നെ അവർക്കും കൊടുത്തൂടെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് എന്തായാലും മാഗ്നം സ്പോർട്സിന് ബിസിനസ് ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞു, മനസ്സിലാക്കി. കാരണം ഇത്രയും ഓഡിയൻസ് ഇല്ലായ്മയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ ഓരോ ക്ലബിന്റെയും പ്രശ്നം. എന്തിനാ നമ്മുടെ നാഷണൽ ടീമിന്റെ പോലും പ്രശ്നം അതാണ്. അപ്പോ ഇത്രയും ഓഡിയൻസ് ഉള്ള ബ്ലാസ്റ്റേഴ്സിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട്, അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മ എന്നുള്ളതല്ലാതെ മറ്റെന്താ പറയണ്ടേ? അപ്പോ അവർക്ക് വയ്യെങ്കിൽ ഇട്ടിട്ട് പൊക്കോ, നിങ്ങൾ പൊക്കോ. നിങ്ങൾ പോകുന്നതിന് ക്ലബ് അടച്ചു കൂടേണ്ട കാര്യമല്ലോ. ക്ലബ്ബ് മുമ്പോട്ട് എടുത്ത് കൊണ്ടുപോയി നോക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ അടുത്ത ഓണേഴ്സ് വരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ക്ലബിനെ വിൽക്കൂ. സിമ്പിൾ ലോജിക് അല്ലേ? ക്ലബ്ബ് പൂട്ടിയിട്ട് പോകേണ്ട കാര്യം എന്താ? ക്ലബ്ബ് പൂട്ടേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു റീസൺ, ഇന്ന കാരണത്താൽ ക്ലബ്ബ് പൂട്ടുന്നു എന്ന് പറയാൻ കഴിയുമോ ആർക്കെങ്കിലും? എന്തൊക്കെയാണ്? താങ്ക് യു.